യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. മനുഷ്യ ജീവിതം ഒരു സഞ്ചാരമാണ്. ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സഞ്ചാരം. ഈ സഞ്ചാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാറ്റം ആണ്. മനുഷ്യൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ ചിന്തകളും അവൻ്റെ ജീവിതശൈലികളും എല്ലാം. ഒരു ജാപ്പനീസ് വാക്കുണ്ട്, ഇതാണ് കൈസൻ എന്നാണ് ആ വാക്ക്. അതിൻ്റെ അർത്ഥം ചേഞ്ച് ഫോർ ദ ബെറ്റർ എന്നാണ്. അപ്പോൾ ഈ സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും നിർബന്ധമായും നന്മയിലേക്കുള്ള മാറ്റം ആകണമെന്ന് ഇല്ല. ചിലപ്പോൾ അത് തിന്മയിലേക്കുമാകാം. നന്മയിലേക്കുള്ള ഒരു മാറ്റം, അതാണ് നമ്മൾ മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഇന്ന് നാം അനുസ്മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ധന്യനായ മാർ ഇവാനിയോസ് പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചേഞ്ച് ഫോർ ദ ബെറ്റർ ആണ് നമ്മൾ കാണുന്നത്. നന്മയിലേക്കുള്ള മാറ്റം. ഈ മാറ്റത്തിന് എപ്പോഴും സന്നദ്ധനായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. അതിനുവേണ്ടി, ഈ മാറ്റത്തിനു വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ, അതിന് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഇതാണ് മാർ ഇവാനിയോസ് പിതാവിനെ ഒരു മഹാനാക്കി തീർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്, ഉടനീളം നമ്മൾ കാണുന്നത് ഈ ചേഞ്ച് ഫോർ ദ ബെറ്റർ ആണ്, നന്മയിലേക്കുള്ള മാറ്റമാണ്. അദ്ദേഹം ഒരു ശമാശനായി, അതിനുശേഷം വൈദികനായപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കി അദ്ദേഹത്തെ കോട്ടയത്തെ MD സെമിനാരിയുടെ പ്രിൻസിപ്പളാക്കി. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത്, അവിടെ വലിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുകയാണ്. ആ മാറ്റത്തിന് നിദാനമായി തീരുവാൻ അദ്ദേഹം ആദ്യം ചെയ്തത് തൻ്റെ സ്വന്തം ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അദ്ദേഹം ജീവചരിത്രത്തിലെ ഗിരിദീപത്തിൽ അത് കാണുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ തന്നെ അദ്ദേഹം എഴുതിയുണ്ടാക്കുകയാണ്, അതനുസരിച്ച് ജീവിക്കുകയാണ്. എന്നിട്ട് അത് സമൂഹത്തിലേക്ക് പകരുകയാണ്. പക്ഷേ അവിടെ ഒരു MD സെമിനാരിയുടെ ഒരു പ്രിൻസിപ്പളായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്തേക്കൊക്കെ അദ്ദേഹം പോവുകയാണ്. ഇതാണ് ഈ സഞ്ചാരിയുടെ ഒരു ഭാവം എന്ന് പറയുന്നത്. അവിടെ നിന്നും വീണ്ടും അടുത്തതിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് സെറാംപൂരിലെ കോളേജിൽ പഠിപ്പിക്കുവാനുള്ള ഒരവസരം വന്നപ്പോൾ അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. കേരളത്തിന് പുറത്ത് ദൂരദേശത്ത് ഇങ്ങനെയുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കുക, ഒരു ജോലി ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ആ മാറ്റത്തിന് തയ്യാറാവുകയാണ്. എന്തുകൊണ്ടാണത്? അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ആത്മകഥയിൽ പറയുന്നുണ്ട്, ഞാനത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് ധാരാളം യുവാക്കന്മാരെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും. കാരണം കേരളത്തിൽ അന്ന് അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല.
അപ്പോൾ കേരളത്തിന് പുറത്ത് ഇതിനുള്ള സാധ്യത ഞാൻ ഇത് പ്രയോജനപ്പെടുത്തിയാൽ എൻ്റെ ശമ്പളം കൊണ്ട് അവരെ പഠിപ്പിക്കാം, അനേകം യുവതി-യുവാക്കന്മാരെ പഠിപ്പിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ആ ചേഞ്ചിന് വേണ്ടി അദ്ദേഹം തയ്യാറാകുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം അടുത്ത മാറ്റത്തിലേക്ക് പോവുകയാണ്, ചേഞ്ച് ഫോർ ദ ബെറ്റർ. ഇവിടെ അദ്ദേഹത്തിൻ്റെ സറാംപൂരിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം ധാരാളം ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, ഫോറിൻ മിഷണറിമാരുമായിട്ടും ടാഗോറിൻ്റെ ആശ്രമങ്ങൾ സന്ദർശിക്കുന്ന വഴിയായിട്ടും ഒക്കെ അദ്ദേഹത്തിന് ധാരാളം ഇൻസ്പിറേഷൻ ഉണ്ടായി. അദ്ദേഹം മനസ്സിലാക്കി, എൻ്റെ ജീവിതം ഈ സറാംപൂർ കൊണ്ട് അവസാനിക്കേണ്ടതല്ല, ഇതിനപ്പുറത്തേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഒരു ആശ്രമം സ്ഥാപിക്കുവാനുള്ള പദ്ധതികൾ, ആലോചനകൾ തുടങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിനു വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം തൻ്റെ ജീവിതം മുണ്ടം മലയിലേക്ക് പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ കാണുന്നത് തനിക്കുണ്ടായിരുന്നതായിട്ടുള്ള വലിയ പദവികളും ശമ്പളവും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും മാറ്റത്തിന് വേണ്ടി തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാർ ഇവാനിയോസ് തിരുമേനിയിലെ ആ വലിയ ഒരു സഞ്ചാരിയുടെ ആ ഭാവം നമ്മൾ കാണും. മാറ്റത്തിന് വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ സന്നദ്ധനാകുന്ന ഒരു വ്യക്തി. അപ്പോൾ അവിടെ നിന്ന് മുണ്ടൻമലയിലേക്ക് വരുന്നു, ബഥനി ആശ്രമം അവിടെ സ്ഥാപിക്കുന്നു. ഒരുപക്ഷെ അന്ന് സഭയിൽ ലഭിക്കാവുന്നതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ബഹുമതികളും ആദരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ മുണ്ടൻമലയിൽ ആ മുണ്ടൻമല കൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. അതിൽ തൃപ്തനായിട്ട് അതിൽ തന്നെ ഒതുങ്ങിക്കൂടാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. വീണ്ടും അദ്ദേഹം മാറ്റത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുകയാണ്. ചേഞ്ച് ഫോർ ദ ബെറ്റർ. അങ്ങനെയാണ് പുനരൈക്യം സാധ്യമാകുന്നത്. ഇതിനപ്പുറത്തേക്കൊരു വിളി എനിക്കുണ്ട്. ആ ഉൾവിളി മനസ്സിലാക്കി അദ്ദേഹം അതിന് വേണ്ടതായിട്ടുള്ള ത്യാഗം ഏറ്റെടുക്കുകയാണ്. അവിടെ താൻ തന്നെ സമ്പാദിച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് പുതിയ മാറ്റത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മാർ ഇവാനിയോസിനെയാണ് നമ്മൾ മുണ്ടൻമലയിൽ കാണുന്നത്. അങ്ങനെ ആ പുനരൈക്യ പ്രസ്ഥാനം ഉണ്ടാകുന്നു. ആ പുനരൈക്യ പ്രസ്ഥാനത്തിലൂടെ മലങ്കര കത്തോലിക്ക സഭ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും പ്രായോഗികമായി തീരുന്നു. ഇവിടെയും നമ്മൾ കാണുന്നത് മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാർ ഇവാനിയോസിനെയാണ്. അപ്പോൾ അവിടെ പുനരൈക്യ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മാർ ഇവാനിയോസ് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതിന് ശേഷം അവിടെ ഒതുങ്ങി നിൽക്കുകയല്ല, വീണ്ടും മാറ്റത്തിന് വേണ്ടി ആണ് ശ്രമിക്കുന്നത്. കാരണം തനിക്ക് ലഭിച്ച ഈ അവസരം, കത്തോലിക്ക സഭയുമായിട്ട് പുനരൈക്യപ്പെട്ടതിലൂടെ ലഭിച്ച വലിയ ഒരു അവസരം, തുറന്നു കിട്ടിയതായിട്ടുള്ള വലിയ അവസരം, അദ്ദേഹം അതിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത് മാർ ഇവാനിയോസ് കോളേജ് പോലെയുള്ള അതുപോലെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ഒക്കെ അദ്ദേഹം സ്ഥാപിക്കുകയാണ്. കാരണം ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാകണം, എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് മാറ്റമുണ്ടാകണം എന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്നെ ഈ മാറ്റത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാർ ഇവാനിയോസ് പിതാവിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഈ നന്മയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാർ ഇവാനിയോസിനെയാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച നന്മകൾ എത്രയോ വലുതാണ്. അതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർ ഇവാനിയോസ്
പിതാവിനെ പറ്റി നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരുപക്ഷേ ഇത് നമ്മൾ വിട്ടുകളയാറുണ്ട്. മലങ്കര കത്തോലിക്ക സഭ എന്ന് പറയുന്ന എന്തോ ഒരു പ്രസ്ഥാനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ച ആൾ എന്ന നിലയിൽ മാത്രം നമ്മൾ പലപ്പോഴും മാർ ഇവാനിയോസ് പിതാവിനെ ഒതുക്കി നിർത്താറുണ്ട്. എന്നാൽ ഈ മാറ്റത്തിന് വേണ്ടി, നന്മയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട ആ മാർ ഇവാനിയോസിലെ മഹാനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന, നന്മയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിട്ട് തീരുക. യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും ഈ ഭാവം തന്നെയാണ്. സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുവിൽ കാണുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ മാർ ഇവാനിയോസ് പിതാവ് താൻ സ്ഥാപിച്ചതായിട്ടുള്ള സന്യാസ ആശ്രമത്തിന് മിശിഹാനുകരണ സന്യാസ സമൂഹം എന്ന് പേര് കൊടുത്തത്. ആ മിശിഹാനുകരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആ മിശിഹായിൽ കാണുന്നതും ഈ മാറ്റത്തിനു വേണ്ടി, നന്മയിലേക്കുള്ള മാറ്റത്തിനു വേണ്ടി നിലകൊള്ളുന്ന, എന്ത് ത്യാഗവും സഹിക്കുന്ന, കുരിശ് മരണം പോലും ഏറ്റെടുക്കുന്ന ഒരു മിശിഹായെയാണ് നമ്മൾ കാണുന്നത്. അവൻ നന്മ ചെയ്ത് കടന്നുപോയി. ഒരിടത്തും അവിടെ ഒതുങ്ങിക്കൂടുന്നില്ല. തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അതെന്താണെന്ന് നിരന്തരമായിട്ട് മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും അതനുസരിച്ച് മാറ്റത്തിന് വിധേയനാകുകയും ചെയ്യുക. യേശുവിൻ്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് ഇതാണ്. 3 വർഷം മാത്രം പരസ്യജീവിതം നയിച്ചുള്ളൂ എങ്കിലും നമ്മൾ ആ മരണത്തോടുകൂടി, കുരിശു മരണത്തോളം എത്തിച്ചേരുന്ന ആ വലിയ സഞ്ചാരിയെ, ആ മാറ്റത്തിൻ്റെ വക്താവിനെ യേശുവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാർ ഇവാനിയോസ് പിതാവിലും കാണുന്നത് ഈ ഒരു ഭാവം തന്നെയാണ്. ഇത് ഏതു ഒരു മനുഷ്യ സ്നേഹിയിലും ഉണ്ടാകേണ്ട ഭാവമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഒരു പുനരുദ്ധീക പ്രസ്ഥാനത്തിൻ്റെ വക്താവ്, അതിൻ്റെ നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെ സ്ഥാപകൻ, അങ്ങനെ അതിനൊക്കെ ഉപരിയായിട്ട് മാർ ഇവാനിയോസ് ഒരു വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ഹി വാസ് എ സ്പിരിച്വൽ ഹ്യൂമനിസ്റ്റ്. അത് മഹാത്മാഗാന്ധിയിലും ടാഗോറിലും മദർ തെരേസയിലും ഒക്കെ നമ്മൾ കാണുന്ന ഭാവമാണ്. സ്പിരിച്വൽ ഹ്യൂമനിസ്റ്റ് വെറും ഒരു ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ആത്മീയതയല്ല. മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ഗിരിദീപം ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്, സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് വാക്കുകളുടെ വാചാലതയിലല്ല, ഉപവിയുടെ പ്രവർത്തികളിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാർ ഇവാനിയോസ് തിരുമേനിയിലെ ആ സ്പിരിച്വൽ ഹ്യൂമനിസ്റ്റ് നമ്മെ എപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള ചില കൂടാരങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകുവാനായിട്ട് നമ്മൾ മടി കാണിക്കും. കാരണം അതിന് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ചില സേഫ് സോൺസ് അല്ലെങ്കിൽ ചില കൂടാരങ്ങൾ, അതിൽ നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട്, സഞ്ചരിക്കുവാനായിട്ട്, മാറ്റത്തിന് വേണ്ടി സ്വയം വിട്ടുകൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അതൊക്കെ പലപ്പോഴും ആധ്യാത്മികതയുടെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ മാറ്റത്തിന് തടസ്സമായിട്ട് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ
മാർ ഇവാനിയോസ് തിരുമേനി നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുക. അത് വെറും മാറ്റത്തിന് വേണ്ടിയുള്ള അല്ല, നന്മയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി. ഇന്ന് സമൂഹത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇതുതന്നെയാണ്. പലപ്പോഴും പലയിടത്തും മാറ്റമുണ്ടാകുമെങ്കിലും അത് നിർബന്ധമായും നന്മയിലേക്കുള്ള മാറ്റം അല്ല, പലപ്പോഴും തിന്മയിലേക്കുള്ള മാറ്റമാണ്. അതിനാണ് നമുക്ക് കൂടുതൽ പ്രേരണ, ടെംപ്റ്റേഷൻ ഉള്ളത്. നന്മയിലേക്കുള്ള മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അത് നമ്മെ തന്നെ മാർ ഇവാനിയോസ് തിരുമേനി പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഒരുക്കണം. മാനസികമായും ശാരീരികമായും ആത്മീയമായും നമ്മൾ തന്നെ അതിന് ഒരുങ്ങണം. അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിലും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. ധന്യനായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, സ്വയം നമുക്ക് വിലയിരുത്താം. നമ്മൾ വ്യക്തിപരമായും സമൂഹമായും ഈ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണോ? നന്മയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണോ എന്ന് നമുക്ക് സ്വയം വിലയിരുത്താം. പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് എന്നും കോട്ടയായിരിക്കട്ടെ.